അപ്പോൾ ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഓ ഓക്കെ. അപ്പോൾ ഞാനിങ്ങനെ ഇൻസ്റ്റ സ്ക്രോൾ ചെയ്യുമ്പോഴും അതുപോലെ തന്നെ യൂട്യൂബ് സ്ക്രോൾ ചെയ്യുമ്പോഴും അതിൽ ഇപ്പോൾ ക്രിസ്മസ് ആയതുകൊണ്ടാണ് അറിയില്ല, കുറേ ട്രീകൾ ഇങ്ങനെ കിടന്നിങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുന്നു. എന്താ അപ്പോൾ ഞാനും വിചാരിച്ച് ഞാനും ഒരു ട്രീ ഉണ്ടാക്കാം എൻ്റെതായ രീതിയിലല്ല, എന്നെ കുറിച്ചിട്ടൊക്കെ തന്നെ. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ട്രീ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ വാങ്ങിച്ചു വെച്ച കുറച്ച് സാധനങ്ങളായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഉണ്ടാക്കിയ ട്രീ വൻ പരാജയമായത് കാരണം ഞാൻ അതുപോലെ തന്നെ അവിടെ വെച്ചിട്ട് ഇങ്ങോട്ട് പോന്നു. അപ്പോൾ ഇപ്പൊ ഞാൻ ആ വീഡിയോസ് കണ്ടപ്പോൾ ഇപ്പൊ തന്നെ ഈ ഓൺ ദ സ്പോട്ടിൽ ഉണ്ടാക്കുന്ന തട്ടിക്കൂട്ട് പരിപാടിയാണിത്. ഒട്ടും പ്ലാനിങ് ഒന്നും ഇല്ലാണ്ട് തുടങ്ങുന്ന ഒരു പരിപാടിയാണിത്. എത്രത്തോളം സക്സസ് ആവുമെന്നൊന്നും അറിയത്തില്ല. എൻ്റെ എല്ലാ വീഡിയോസും പോലെ തന്നെ ഇതൊരു തട്ടിക്കൂട്ട് പരിപാടിയാണ്. അപ്പോൾ ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഞാൻ ആദ്യം കുറച്ച് സ്റ്റിക്കുകൾ ഒട്ടിച്ചിട്ടുണ്ട്. വരുന്നുണ്ടെങ്കിൽ വാടാ, അവനൊന്നും മടി കാട്ടാനൊന്നും പാടില്ല. കമോൺ കമോൺ കമോൺ, വായോ. അത് കേടുവരുത്തല്ലേ, കഷ്ടപ്പെട്ടുണ്ടാക്കിയതാണ്. ഓക്കെ, അപ്പോൾ ഇത് മൂന്നും ഇവിടെ എന്തോ ഒന്ന് വാങ്ങിച്ചപ്പോൾ അതും ഉണ്ടായിരുന്ന തോന്നുന്നുണ്ട്. അപ്പോൾ ഞാനത് പൊട്ടിച്ചൊട്ടിച്ചെടുത്തു. അത് കുറേ സ്റ്റിക്കുകളുണ്ട് എൻ്റെ കയ്യിൽ. അപ്പോൾ ഈ സ്റ്റിക്കുകൾ ആദ്യം നമ്മൾ ടാപ്പ് വെച്ച് ഒട്ടിക്കണം. ഓക്കെ, എനിക്കൊരു ഹെൽപ്പിന് ആയൊന്ന് പിടിച്ചാട്ട്. പുതിയൊരു അതിഥിയും കൂടെ ഉണ്ട്. എനിക്ക് പിടിച്ചു തരാൻ വേണ്ടി വന്നിട്ടുള്ള അതിഥിയാണ്. എത്ര മതിയാ? ഇവിടെ അങ്ങനെ പിടിക്കേ അമ്മേ, ഇവിടെ അങ്ങനെ പിടിച്ചോ. മതിയാ? ഓക്കെ, ഇതോടാ, ഇതിന് തുടക്കൊന്നും ഇല്ലടാ. ഇതിന് തുടക്ക കിട്ടി. കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഹലോ. ഇതാ ഒട്ടിക്കട്ടെ. അല്ലോ, വടി പിടിക്ക്. അങ്ങനെ തന്നെ പിടിക്കട്ടാ, അളക്കല്ലേ, വിടരുതിട്ടാ. ഞാൻ പറയുമ്പോ വിട്ടാ മതി. ഇവിടെ കത്രിക ഇവിടെ. ഇതെന്താടാ ഇങ്ങനെ? എന്ത് അതാ അവിടേക്ക് അടിക്ക്. ഓക്കെ, ഇങ്ങോട്ട് വന്നിട്ട് കാണിക്ക്. ഞങ്ങളങ്ങനെ വലിയ ടീംസ് ഒക്കെ ആയിരിക്കുകയാണ്. ഇനി വരും. അപ്പൊ ഇതാണ് നമ്മുടെ മെയിൻ താരം. കാണുന്നില്ലല്ലോ. ഇതാണ് നമ്മുടെ മെയിൻ താരം. അപ്പം ഇത് എത്ര മീറ്റർ ആണെന്ന് എനിക്ക് ഓർമ്മയില്ല. ഒരു വർഷം കഴിഞ്ഞ് അത് വാങ്ങിച്ചു വെച്ചിട്ട് അളക്കാനും എന്നെ കൊണ്ട് വയ്യ. കഴിഞ്ഞ പ്രാവശ്യം ക്രിസ്മസ് ട്രീ ഉണ്ടാക്കാൻ വേണ്ടി മേടിച്ചതാ. എന്നിട്ട് ഞാൻ ഉണ്ടാക്കിയിട്ടൊന്നുമില്ല. അപ്പൊ നമ്മള് ഈ ഭാഗങ്ങൾക്ക് ഇങ്ങനെ കൂട്ടി യോജിപ്പിക്കുക. ആണേ പഠിച്ചോ, വീട്ടിൽ പോയിട്ട് ഉണ്ടാക്കി നോക്ക. ഇത് പിടിക്കേ, പിടിക്കേ. എപ്പോ അന്ന കൂട്ടണില്ലല്ലോ എങ്ങനെ പറഞ്ഞാലും. അന്ന കൂട്ടിയേ ഇല്ലല്ലോ. ഒരു ചോദിച്ചാ പറയിച്ച് ചെറിയ കുട്ടിയാന്ന്. അത് നിർത്താനാ? ഓലൊക്കെ കൊണ്ടുപോകും, അന്ന കൊണ്ടുപോകാൻ പറ്റില്ല. അപ്പൊ നമ്മള് വീണ്ടും ഇതിലോട്ട് അങ്ങോട്ട് ഇത് ആഡ് ചെയ്യുകയാണ്. തലപ്പാകം നിങ്ങൾ കാണൂല, തുടങ്ങല്ലേ, അവിടെ കിടക്കട്ടെ. നമ്മളൊരു സംഭവം അല്ലേ ലച്ചുവോ?
അനക്ക് എപ്പോഴും തോന്നിയിട്ടുണ്ട് നമ്മൾ വലിയ സംഭവമാണെന്ന്? കേൾക്കില്ല നമ്മളെത്ര സംഭവം നിനക്ക് ബൊമ്മേ അടങ്ങിക്കേ. ബൊമ്മേ ഓ എന്താണ് നിക്കാത്ത? 400 മീറ്ററാ? ഒന്ന് പോടൂ, ഒന്ന് പോടൂ. ആയിക്കോട്ടെ ആയിക്കോട്ടെ, ഇച്ച് ക്ലാസ്സിൽ പഠിച്ച തന്നെ എന്നോട് വായിക്കണേ. ഈ വെക്കേഷൻ ലീവിന് അങ്ങോട്ട് പോണൊന്നുമില്ല? എന്റെ അമ്മ പറഞ്ഞല്ലോ നിങ്ങള് കറങ്ങാനൊക്കെ പോകുന്നുണ്ട് എന്നെ കൂട്ടാണ്ട്. ഇജ്ജ് ഉറങ്ങി കിടക്കുമ്പോഴാണല്ലോ പോവാ. ഹോസ്റ്റലിലേക്ക് പോണേ? നമ്മള് ക്രിസ്മസ് ഇതെന്താ? ഇവിടെ പിടിച്ച ഇവിടെ പിടിച്ച ഇവിടെ പിടിച്ച ഇത് പിടിച്ചക്ക്. ഇതെന്തെന്നാ തട്ടിക്കൂട്ട് പരിപാടിയാണെങ്കിലും. ഓക്കെ, ഈ വടി ഇങ്ങനെ പിടിച്ചോ, താഴെ പിടിച്ചോ. ക്രിസ്മസ് ആവാൻ ഇന്നത്ര 21-ാം തീയതി, 25-ാം തീയതി ക്രിസ്മസ്. ഇനി ആവാനായിട്ടില്ല പറഞ്ഞ ഞാൻ ആൾക്കാര് കേക്കണ്ട, അടിച്ചു കൊല്ലു തന്നെ. പിന്നെ എന്റെ അമ്മയ്ക്ക് ആരാ? സച്ചു അച്ചു മതിയാ? വേണ്ടേ? വീടല്ലടാ ഡീന്ന്. എത്ര നേരം ചേച്ചി വിളിച്ചാണ്ട് ഇപ്പൊ ഡീന്ന. ഓക്കെ ഓക്കെ ഓക്കെ, ഇനി പടം പിടിക്കേ. ഇതൊരു നടക്കും പോകും തോന്നുന്നില്ല. എന്താ ബൊമ്മേ അറിയിക്കേ? സമ്മതിച്ചു കൊടുക്കൂല ഞാന്, തോൽക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ഇട്ട് പോവാ. ഇവിടെ പിടിച്ച ഇവിടെ ഇളക്കാൻ പാടില്ലട്ടാ, ഇളക്കി അടിയാണ്. നമ്മൾ അടുത്തൊരു സ്റ്റെപ്പ് മുന്നോട്ട് വെച്ചിരിക്കുകയാണ്. പറയൂ പറയൂ, ചമ്മി ചമ്മി. ഇതെന്തോന്നടേ, എന്ത് സെലോട്ടാപ്പടേ എന്റെ വീട്ടില്? ഇതെന്താ സാധനോ? ഇത് നല്ലൊരു വീഡിയോ എന്ന് വിചാരിച്ചപ്പോ ഇതെന്താ സംഭവം? എന്താ അടങ്ങിക്കളാ, ഇത് പിടി. ഒരു നടക്ക് പോകും തോന്നുന്നില്ല. എന്നാലും പിന്മാറുന്നില്ല. വിജയിക്കാൻ പരിശ്രമിച്ചേ കൊണ്ടിരിക്കുകയാണ്. എന്തോന്നേ പിന്മാറുന്ന കൂട്ടത്തിലാണോ സോന? പറയൂ, താങ്കൾ പറയൂ. വെറും അല്ല ടേബിൾ ടാപ്പ്, അന്റെ ടാപ്പ് സുഖല്ല അതിന്റെ ആണ്.
ഒരു വീഡിയോയില് ഞാനോ ഇതിന്റെ വീഡിയോസ് ഒന്നും കണ്ടിട്ടില്ല. പിന്നെ ഇടയ്ക്കിടയ്ക്ക് അമ്മേന്റെ കോള് വരും. എന്നിട്ടാ ഇങ്ങനെയൊക്കെ പറയണേ? എന്റെ കൈവണക്ക് അറിയില്ലേ? അറിയാം. ഞാൻ ഇപ്പൊ നിന്നടാ. സോന ചേച്ചി വല്യച്ഛൻ അടിച്ചത്. സോന ചേച്ചി വല്യച്ഛനല്ല. കുട്ടി പിന്നെന്താ? സോന മനോജ്. സോനേച്ചിന്റെ വീഡിയോ വരും. നിന്നെ കണ്ടെന്ന് ഇതൊരു പാട്ടാടിയാ. നിന്നുമ്മ പറഞ്ഞെന്ന്. പിന്നെ എന്താ? വീഡിയോയിൽ നിന്ന് പാട്ടുകാരിയായിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ എന്തുവാ നീ എന്നെ പറ്റി വിചാരിച്ചേ? ഞാൻ സോനേച്ചി ബുദ്ധിയില്ലാത്ത സോനേച്ചി. എന്റെയൊക്കെ വീഡിയോ കൂട്ടി എന്നെ വേണം തരാൻ. ഞാൻ ആരാന്നറിയോ? തനിക്ക് ഞാൻ ആരാണെന്ന് അറിയോ? അറിയാം. ആരാ? സോനേച്ചി. ഇതിപ്പോ എങ്ങനെയാടോ? ഇതൊരു നടക്കി പോകുന്ന എനിക്ക് തോന്നുന്നില്ല. അമ്മേ ജിംഗിൾ ബെൽ ഇതാക്കണേ. ജിംഗിൾ ബെല്ലോ. ജിംഗിൾ ബെൽ ജിംഗിൾ അടയിക്കടാ. അമ്മേ സോനേച്ചി സോനേച്ചി സോന ചേച്ചിയാ? ചേച്ചി സോന ചേച്ചി. സോന ചേച്ചിയാ? ഇനി ഇവിടെ 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 അങ്ങനെ പിടിക്ക്. ഇവിടെ രണ്ടാ കൈ വിട്ടേക്ക്. പിടിക്കട്ടാ. വിടരുതേ. ഇന്നത്തെ വീട് തന്നെയാണോ? ഇതാ ഇഞ്ഞു പോകുന്നടാ. വിട് ഇഞ്ഞു വിട്. ഇത് ബൊമ്മേ ഇതെന്ത് ട്രീയാടാ? ഓക്കെ സെറ്റ് സെറ്റ്. ബൊമ്മേ ഇനി നമുക്ക് ഓ ചെറിയ ജിംഗിൾ ബെൽ ഉണ്ടല്ലോ. സിംഗിൾ ബെല്ലോ. നിന്നെ കണ്ണു നേരത്തെ ഉമർത്തിരുന്നുണ്ടാക്കാൻ മതി. മമ്മീനെ കൊണ്ട് ഇതുപോലത്തെ ഒരു സാധനം വേറെ ഇല്ല. ഇതെന്താ ഞാൻ നിർത്തുകയാണ്. എന്താണിത്? ബൊമ്മയ്ക്ക് ഞടിയാണേ. കൊറേ നേരമായി പറയണേ. മനുഷ്യ വളത്ത് കേട് എന്ന സങ്കടത്തിൽ നിൽക്കുമ്പോഴാണ് ഓൾക്ക് എന്തിനാണ് ഒരു കോഴിക്ക് അവരോട് പോവാൻ വയ്യേ? അപ്പൊ അതിനോട് കുറയ്ക്കേ. അതങ്ങനെ ഒന്ന് നമ്മളെ സങ്കടം കാണാരല്ലേ? ആരോടാ ഞാൻ പറയില്ല.
ചട്ടിമേലാണ് ഒട്ടിച്ചൊക്കേണ്ടി വരും. എന്റെ സഹോദരൻ വരുന്നുണ്ട്, സഹോദരനോട് ചോദിക്കാം. അനന്തോ, ഓ ഇതിനെ കൊണ്ട് എന്ത് ചില്ലറ ഇറങ്ങിയടാ. ഒരു കോഴിക്കയിലൂടെ പോവാൻ വയ്യ. ഓക്കെ ഓക്കെ, ബൈ ബൈ. ഇന്റെ ഒരു വലിയ സഹായിയാണ് പോയത്. അനന്തൊന്ന് ഹെൽപ്പ് ആ ബൈ. ഓക്കെ ബൈ. ഓക്കെ ബൈ. ഇതൊന്ന് റെഡിയാക്കിയ ക്രിസ്മസ് ട്രീ വീഡിയോക്കും വരില്ല. നമ്മളെ സങ്കടം കാണാൻ ആരില്ലല്ലോ. അന്തോ വായിലിറക്കി. എന്തുവാ ഇത്? എന്തുവാ ഇതേ ഒന്ന് ആരുടെയോ എടുത്ത് കിട്ടിയതാണ്. എനിക്കാണെങ്കിൽ ഇത് ഉണ്ടാക്കിയേ പറ്റൂ. ഭാഷയാണ്. ഞാൻ ഒന്നിനെ പുറപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ ഉണ്ടാക്കിയിരിക്കും. അന്നോടും കൂടിയാ പറഞ്ഞത്. വീഡിയോസിൽ വേറൊരു കാര്യം കൂടി ഉണ്ടായിരുന്നു. ഇത് താങ്ങി നിർത്താൻ താഴെ നമുക്കൊരു ചെടിച്ചട്ടി അവിടെയുണ്ട്. ചെടിച്ചട്ടികൾ ഇപ്പൊ അത് ഇങ്ങോട്ട് എടുത്ത് കൊണ്ടുവരണ്ടേ. ബട്ട് വൈ? ഓക്കെ, അത് എടുത്തിട്ട് വരാം. സംഭവം ചാളിയൊക്കെ ഉണ്ട്, കുഴപ്പമില്ല. ഏതായാലും അകത്തോട്ടൊക്കെ ഒന്നും കയറ്റില്ലല്ലോ. ഓക്കെ, അപ്പൊ ഈ മൂസ്റ്റിക്കും ഇനിയിപ്പോ ഇത് കഴുകിയെടുത്തത് നിറച്ച് വെള്ളമായിരിക്കും. പിന്നെ ഞാൻ നന്നാക്കാൻ പോണം. പിന്നെ അതല്ലേ വഴിക്ക് പോകും തോന്നുന്നില്ല. എന്തുമ്മ പറഞ്ഞെന്ന് കിനാവ് കണ്ടെന്ന്. പിന്നെ പെയ്യാറാ പോലെ വേനൽ. ഫൈനലി ഇത്രയും കഴിവുള്ള കാര്യം ഞാൻ തന്നെ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഇനി ഞാൻ പൊളിക്കും. ഇനി ഞാൻ പൊളിച്ചോടും ചുറ്റണ പരിപാടിയാണ്. ഇരുപത്തോളം ചുറ്റിയാൽ കണക്ട് ചെയ്യണ്ടായിരുന്നു.
എന്നിലെ കഴിവിനെ ഞാൻ തന്നെ അംഗീകരിക്കുന്നു. ഓക്കെ. അയ്യോ അവിടെ കുടുങ്ങിയല്ലോ. ഫൈനലി മെലിഞ്ഞ ക്രിസ്മസ് ട്രീ. പക്ഷെ എനിക്ക് ഇഷ്ടമായി കേട്ടോ. ഇത് ഞാൻ ഇന്നലെ എൻ്റെ കോളേജിലെ ക്രിസ്മസ് പരിപാടിക്ക് വേണ്ടിയിട്ട് സ്റ്റിച്ച് ചെയ്യിപ്പിച്ച് ഡ്രസ്സിലോട്ട് ഇടാൻ വേണ്ടിയിട്ട് ഞാൻ തന്നെ സ്വന്തമായിട്ട് പണിയെടുത്തിട്ട് അത്രയും കഷ്ടപ്പെട്ടിട്ട് ഉണ്ടാക്കിയ ഒരു സാധനമാണിത്. അത്യാവശ്യം ഇത് നമുക്ക് ഇതിലോട്ട് ആഡ് ചെയ്താൽ വാവായിരിക്കും എന്നാണ് എൻ്റെ മനസ്സിൽ. രസമല്ലേ? ഓക്കെ ഓക്കെ. ഇവിടെ സ്റ്റാർ കിട്ടാൻ എൻ്റെ അടുത്ത് സ്റ്റാർ ഇല്ല. എന്നിട്ട് സ്റ്റാറും കൂടി ഉണ്ടാക്കാനുള്ളൊരു മാനസികാവസ്ഥ എനിക്കില്ലാത്ത കാരണം നമുക്ക് ഇത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. ഇനി കുറച്ച് നമുക്ക് ഇതൊക്കെ ആഡ് ചെയ്യാം. ഇത് നിൽക്കുമോ എന്തോ. നിൽക്കുന്നില്ല കേട്ടോ. എന്ത് കിടന്നു ഇത്രമാതിരിയാണ് കിടന്നത്. പൈസക്ക് തീരെ വിലയില്ല. ഒരു വർഷമായി ഞാൻ മേടിച്ചത്. അതുകൊണ്ട് പോയിട്ട് പരാതി പറ്റില്ലല്ലോ. എന്തൊക്കെ എനിക്ക് എന്നോട് പ്രൗഡ് തോന്നുന്ന നിമിഷമാണ് ഇതൊക്കെ. ബിക്കോസ് ഞാൻ പറഞ്ഞല്ലോ, ഞാൻ കഴിഞ്ഞ വർഷം ക്ലാസ് കഴിഞ്ഞ് വരുമ്പോൾ ഞാൻ വാങ്ങിച്ചു വന്ന കുറച്ച് സാധനങ്ങളായിരുന്നത്. അപ്പോൾ ഞാൻ അന്ന് ചുമരുമ്മലാണ് ട്രീ ഉണ്ടാക്കാൻ നോക്കിയത്. അതിൻ്റെ മിസ്സായി പോയിട്ടുണ്ട്. അതുകൊണ്ടായിരുന്നു എനിക്കെന്നെ സങ്കടമായി പോയത്. കാരണം അത്രയും കഷ്ടപ്പെട്ടിട്ടും എൻ്റെ കൈയൊക്കെ മുറിച്ചത് സമയത്ത് കൈയൊക്കെ മുറിഞ്ഞു. എന്നിട്ടും ഞാൻ ഹാർഡ് വർക്ക് ചെയ്തിട്ടും അത് എത്തിയില്ല. അപ്പോൾ എനിക്ക് അത് പേഴ്സണലി നല്ല കോഴികളെ നിർത്തുന്നുണ്ടല്ലോ. അപ്പോൾ എൻ്റെ വീട്ടിലെ കോഴിയല്ല. ഓക്കെ. അപ്പോൾ നല്ല കഷ്ടപ്പെട്ടിട്ടും എനിക്കത് വിചാരിച്ച മാതിരി ഒരു ഇത് കിട്ടിയില്ല. അപ്പം ഒരു വർഷത്തിന് ശേഷം ഞാൻ അതേ സാധനങ്ങൾ വെച്ചിട്ട് വീണ്ടും ക്രിയേറ്റ് ചെയ്യുമ്പോൾ അത് എനിക്ക് തന്നെ ഞാൻ കൊടുക്കുന്ന ഒരു വലിയ അംഗീകാരമായിട്ടാണ് ഞാൻ കാണുന്നത്. ചിലപ്പോൾ നിങ്ങൾക്ക് ഫീൽ ചെയ്തേക്കും ഇവിടെ എന്താ സ്വന്തം പൊക്കി പറയുന്നതെന്നൊക്കെ. എന്നെ പൊക്കാൻ വേറെ ആരും ഇല്ലാത്തതുകൊണ്ട് ഞാൻ തന്നെ പൊക്കി പറയുന്നതാണ്. കുറേ നേരമായതുകൊണ്ട് കൈയൊക്കെ കടയുന്നു. അമ്മ വന്നിട്ട് വേണം അമ്മയോട് വല്ലതും ഉണ്ടാക്കിത്തരാൻ പറയും. കുറേ പണിയെടുത്ത കാരണേ അത്ര ഹാർഡ് വർക്ക് ചെയ്തൊരു കുട്ടി എന്നുള്ള നിലയ്ക്ക് എനിക്കെന്തോ ഭയങ്കര ഇഷ്ടമായി. ഇനിയിപ്പോൾ ഗെറ്റ് റെഡി വിത്ത് മീ ഇതൊന്നും ഞാൻ ഊരിയെടുക്കും. ബിക്കോസ് എനിക്ക് തന്നെ തലയിൽ വയ്ക്കാൻ വേണം. തലയിൽ വയ്ക്കാൻ അത്രയും കഷ്ടപ്പെട്ടിട്ട് ഉണ്ടാക്കിയതാണ്. ചോപ്പ് മാത്രമായിട്ടുള്ള സെന്റില് ഇത്രയും മതി തൽക്കാലത്തേക്ക്. അവിടെ ഞാൻ കുത്തി വെച്ചു.
ഇത്ര പോലെ ബുദ്ധികളുണ്ടായിരുന്നു. ബുദ്ധികളുണ്ടായിരുന്നു. കേരള ബാക്കിലെ തിരിഞ്ഞിരിപ്പോ ആരെങ്കിലും ഇങ്ങനെ തിരിച്ചു നോക്കുകയാണെന്നുണ്ടെങ്കിലൊക്കെ കാണട്ടെ എൻ്റെ കലാവിരുദ്ധകൾ. ഇത് അനുസരണമില്ലാത്ത തോന്നുന്നുണ്ട് ഇപ്പണ്ട് വീണത്. കഴിഞ്ഞു. റെഡും ഞങ്ങൾ ചെയ്യാം. എക്സ്ക്യൂസ് മീ, പുറത്തോട്ട് വരൂ. താങ്കൾ ഇവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട് ഒരുപാട് പേര്. എന്തോന്നാണിത്? എല്ലാം അതിൻ്റെ ഉള്ളിലോട്ടാണ് പോകുന്നത്. സാറില്ല, അവിടെ സ്റ്റോർ ചെയ്ത് വെക്കാം. അങ്ങനെ ഒരു ഉപകാരം കൂടി ഇതിലൂടെ ഉള്ള കാരണം എൻ്റെ എത്ര നേരത്തെ കഷ്ടപ്പാടെന്ന് വെച്ചിട്ടാ. എന്നിട്ട് ഇവറ്റകൾക്ക് അതിൻ്റെ വിലയൊന്നുമില്ല, നിലത്തോട്ടുണ്ട് വീഴുക. എൻ്റെ ട്രീ ഫൈനലി റെഡി ആയിട്ടുണ്ട് ഗായ്സ്. കുറച്ച് ഫോട്ടോസൊക്കെ ഇതിൻ്റെ കൂടെ എടുക്കണമെന്നുണ്ട്, പക്ഷെ തൊട്ടാതെ വീഴുന്നുള്ള കാരണം കൊണ്ട്. ഓക്കെ, ഐ എം ഹാപ്പി. ഫൈനൽ ലുക്കും കൂടെ ഞാൻ കാണിച്ചു തന്നിട്ട് ഞാൻ വീഡിയോ നിർത്തുകയാണ്. ഓക്കെ ബൈ. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഫൈനൽ ലുക്കും കൂടി ഞാൻ കാണിച്ചു തരാം. ചെറിയൊരു സാധനമുണ്ട്, ചെറിയ കുഞ്ഞാപ്പി സാധനം, പക്ഷെ ഐ ലൈക്ക് ഇറ്റ് ബിക്കോസ് ഞാൻ ഉണ്ടാക്കിയതായതുകൊണ്ട്. ഇനിയിപ്പോൾ ആരെന്ത് പറഞ്ഞാലും എനിക്ക് എന്നെ തന്നെ ഒരു അഭിമാനം കൊള്ളുന്നൊരു നിമിഷമായതിനാൽ ഞാൻ ഭയങ്കര ഹാപ്പി മൊമെന്റ് ആണ് നിൽക്കുന്നത്. കൊള്ളാല്ലേ? മെലിഞ്ഞ ക്രിസ്മസ് ട്രീ. അപ്പോൾ ഇത്രയും നല്ലൊരു ക്രിസ്മസ് ട്രീ ഞാൻ ഉണ്ടാക്കുന്നതിൽ ഞാൻ സന്തോഷവാനായതിനാൽ ഞാൻ ഈ വീഡിയോ നിർത്തുന്നു. ഓക്കെ, ടാറ്റ, ബൈ ബൈ.